ഹായ് ഗായ്സ്, ഇരുട്ടായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനും അമ്മയും റെഡി ആയിട്ടിരുന്നു. അപ്പോൾ മൂത്തേമ്മയും വല്യച്ഛനും അതുപോലെ തന്നെ ചേട്ടനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചട്നി മാമിയിലെത്തി. പുളിമാത്ത ഉള്ള ചട്നി മാമിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ കേൾക്കുന്നില്ല, അവിടെ പോയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ വെജിറ്റേറിയൻ്റെ ഏരിയയിലോട്ടല്ല, നോൺ വെജിൻ്റെ ഏരിയയിലോട്ടാണ് കേട്ടോ പോയത്. അതുകൊണ്ട് നമുക്ക് ചട്നി മാമി അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ അവിടെയും ചട്നി മാമി പോലെ ഒരുങ്ങി നിൽക്കുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ, നീല സാരിയൊക്കെ കൊടുത്ത്. അവിടെ ചെന്ന് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ടേബിളൊക്കെ നോക്കിയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, വലിയ രീതിയിലില്ലെങ്കിലും റഷ് ആയിട്ടില്ലെങ്കിലും ആവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ടേബിളൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ചെന്നിരുന്നു. പിന്നെ മെനു കാർഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ്, അതിനകത്ത് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഓർഡറൊക്കെ എടുത്ത് കേട്ടോ. ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടൊക്കെ സംസാരിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് പ്ലേറ്റ് സെർവ് ചെയ്ത് കേട്ടോ. ഞങ്ങൾ പറഞ്ഞിരുന്നത് അപ്പം, പൊറോട്ട, അതുപോലെ തന്നെ ചപ്പാത്തി ഇതൊക്കെയായിരുന്നു. ഞാൻ അപ്പമായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ്റെ കുറേ വെറൈറ്റികളുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചിക്കൻ്റെ നമ്മുടെ കരിക്കിൻ്റെ അകത്ത് വെച്ച് ഫില്ല് ചെയ്ത് തന്നേക്കുന്നൊരു ചിക്കൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചിക്കൻ കുറുമ പോലെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. അതൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് കഴിച്ചത്. കാരണം നമുക്ക് ഒരുപാട് ഫുഡ് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് എടുത്തു പറയാനുള്ളത് മറ്റേ നമ്മുടെ ആ ഒരു കോക്കനട്ടിൻ്റെ ഇതിനകത്ത് ഫില്ല് ചെയ്ത് തന്നേക്കുന്ന അതായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്ന് കഴിച്ചു. കാരണം അവിടുത്തെ ഇരിക്കുമ്പോൾ ആംബിയൻസും അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ, നല്ല സർവീസും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും കഴിച്ച് തീർക്കണമെന്നുണ്ടായിരുന്നു. കാരണം കണ്ടപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള മൂഡും പോയി. അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കൈ കഴുകി അവിടെ നിന്ന് ഇറങ്ങി. രാത്രി ആയപ്പോഴത്തേക്കും അവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഉള്ളതായിരുന്നു. ഞങ്ങളവിടെ ആ സൈഡിൽ മാത്രമേ കുറച്ച് നേരം നിന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. പിന്നെ പോകുന്ന വഴി ഞാൻ ആ ഫ്രണ്ട് പോർഷനിൽ നിൽക്കുന്ന ചട്നി മാമയെ ഞാൻ ചെറുതായിട്ടൊന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുൾ ലൈറ്റാണ് കേട്ടോ. നേരിട്ട് ചട്നി മാമയെ കാണാൻ പറ്റില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, റെഡ് കളർ സാരി എടുത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് ചായ കുടിക്കാൻ പോയതാണ്. പക്ഷേ പെപ്സിയാണ് കിട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോയി. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,